യുവാക്കളിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്താൻ ഉതകുന്ന വിധത്തിൽ സ്കിൽ എൻഹാൻസ്മെന്റിലും അതുപോലെ നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇന്നോവേറ്റീവായ ആശയങ്ങളെ നല്ല നിലയിൽ പിന്തുണ നൽകി സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ട് ഒക്കെ തന്നെ നാം മാറ്റത്തിന്റെ ഒരു ചിത്രം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോടൊപ്പം നടക്കുന്ന ഒരു സമൂഹമാണ് ഈ കലാലയത്തിൻ്റെത് എന്നുള്ളത് അഭിമാനകരം തന്നെയാണ്. നിരവധി കാര്യങ്ങൾക്ക് പേറ്റന്റ് നേടുകയും ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളെ ജനോപകാരപ്രദമായിട്ടുള്ള ഉൽപ്പന്നങ്ങളായും പ്രക്രിയകളായും ഒക്കെ വികസിപ്പിക്കാനുള്ള നല്ല രീതിയിലുള്ള പരിശ്രമങ്ങളും കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് ഈ കലാലയത്തെ സവിശേഷമായ പരിഗണനയോടെ സർക്കാർ കാണുന്നത്. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രം വലിയ രീതിയിലുള്ള ധനസഹായമാണ് ഈ കലാലയത്തിന് ഈ സർക്കാർ നൽകിയിട്ടുള്ളത്. 13 കോടി രൂപയുടെ അക്കാദമിക് ബ്ലോക്ക് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 3 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. കോമേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗങ്ങൾക്കായിട്ട് 4 കോടി രൂപ ചെലവിൽ ഒരു പ്രത്യേക ബ്ലോക്ക് രൂപീകരിക്കുകയുണ്ടായി. 6 കോടി ചെലവിൽ അസറ്റ് മെയിൻ്റനൻസ് നടത്തി. ഹെറിറ്റേജ് കെട്ടിടങ്ങളുടെ സംരക്ഷണത്തിനായി 1.5 കോടി രൂപ അനുവദിച്ചു. 2.5 കോടി രൂപ മുടക്കി ന്യൂ ഓഡിറ്റോറിയം നവീകരിച്ചു. കോളേജിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് റൂസ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയ ഒരു വാട്ടർ ടാങ്ക് പണിതു. കോളേജിലെ 2 സെമിനാർ ഹാളുകൾ ആധുനിക രീതിയിൽ നവീകരിച്ചു. 125ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള ഒരു സമ്മാനം എന്ന നിലയിൽ 1 കോടി രൂപയുടെ പ്രത്യേക വിഹിതവും ഈ കലാലയത്തിനു വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അത് പ്രഖ്യാപിക്കുകയുണ്ടായി. 4.5 കോടി രൂപയുടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം, 8 കോടി രൂപയുടെ അമ്യൂണിറ്റി സെന്റർ, ലാംഗ്വേജ് ബ്ലോക്ക് എന്നിവയ്ക്ക് കിഫ്ബിയുടെ ധനസഹായം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്ര വിഷയങ്ങളിൽ മിന്നുന്ന പ്രകടനമാണ് ഈ കലാലയം കാഴ്ചവെക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അത്യാധുനിക ഇൻസ്ട്രുമെന്റേഷൻ സൗകര്യം ഉറപ്പാക്കുന്ന കോമൺ സെൻട്രലൈസ്ഡ് ഇൻസ്ട്രുമെന്റേഷൻ ഫെസിലിറ്റി സെന്റർ ഓഫ് എക്സലൻസ് എന്ന പദ്ധതി പ്രകാരം ഈ കലാലയത്തിന് അനുവദിക്കുകയുണ്ടായി. ഞാൻ ഈ പരിപാടിക്ക് വരുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വാങ്ങിയിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സും സന്ദർശിക്കുകയുണ്ടായി. വളരെ അഭിമാനകരമാണ്. 12.85 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ചിട്ടുള്ള ലാബിൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോമീറ്റർ, ഐസോതെർമൽ കലോറിമെട്രി, രാമൻ സ്പെക്ട്രോമീറ്റർ തുടങ്ങിയ വളരെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ എക്യുപ്മെന്റ്സ് ആണ് സജ്ജീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇനിയും സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സവിശേഷമായിട്ടുള്ള ശ്രദ്ധയും പരിഗണനയും ഈ കലാലയത്തിന് ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം പറയാനാണ് ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികളുടെ ശാക്തീകരണത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിലൂടെയുള്ള അധികാര നിയോജനത്തിനും ഏറ്റവും അധികം സംഭാവന ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത് എന്നുള്ള പ്രത്യേക പരിഗണനയുടെ ഭാഗമായി മറ്റൊരു വാഗ്ദാനം കൂടി ഞാനിവിടെ മുന്നോട്ട് വയ്ക്കുകയാണ്. നമ്മളിപ്പോൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഉടനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള 7 സെന്റേഴ്സ് ഓഫ് എക്സലൻസിൽ ഒന്നാണ് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ റിസർച്ച് നെറ്റ്വർക്ക് സപ്പോർട്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഉപകേന്ദ്രമായി നമുക്ക് ഇവിടെ ഒരു കേന്ദ്രം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. എല്ലാ വിധത്തിലുള്ള ആശംസകളും അഭിവാദ്യങ്ങളും ഈ കലാലയത്തിൻ്റെ ചരിത്രപരമായ മുന്നേറ്റത്തിന് ഞാൻ വീണ്ടും ഉറപ്പാക്കുകയാണ്. പുതിയ കാൽവയ്പുകളുമായി ആത്മവിശ്വാസത്തോടെ 21ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാധുനിക ലോകത്ത് നവകേരളത്തിൻ്റെ നേതാക്കളായി മുന്നിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ള ഒരുപാട് പെൺ ശക്തികൾ ഇവിടെ നിന്ന് ഇനിയും ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഗവൺമെൻറ് വിമൻസ് കോളേജിൻ്റെ കലാലയ സമൂഹത്തിന് വീണ്ടും സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കോഗ്നിറ്റോപ്പിയ ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അഭിവാദ്യം.